നമസ്കാരം. ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് യു പി സ്കൂളിന്റെ 132ാം വാർഷിക ദിനവും രക്ഷാകർതൃ ദിനവും ശനിയാഴ്ച വൈകിട്ട് പാരിഷ് ഹാളിൽ നടത്തി. ഹെഡ് മിസ്ട്രസ് ആനി വി ഡി ആമുഖ പ്രസംഗം നടത്തി. ഫസ്റ്റ് അസിസ്റ്റന്റ് ബെറ്റി വർഗീസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ പ്രിൻസ് പൂത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 2023-24 വർഷത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതിഭാ പുരസ്കാരം ഏറ്റുവാങ്ങിയ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയായ ആൻസനെ അനുമോദിക്കുകയും ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂളിൻ്റെ പത്രത്തിൻ്റെ പ്രകാശനവും നിർവഹിച്ചു. D4 ഡാൻസ് വിന്നറും D5 ഡാൻസിൻ്റെ ഫൈനലിസ്റ്റുമായ ബാലതാരം ചൈതിക് വിശിഷ്ടാതിഥിയായിരുന്നു. സ്കൂൾ മാനേജർ എൻഡോമെൻറ്റുകൾ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഈ വർഷത്തെ വിദ്യാർത്ഥി കർഷക അവാർഡ് ഏറ്റുവാങ്ങിയ റെയ്ഗൺ റെജിയെ ആദരിച്ചു. സമ്മാന വിതരണവും നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, സാന്റ് ജോസ് കെയർ ഹോം മാനേജറായ ബ്രദർ പ്ലാവിയൻ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി പോൾ എ ചിരിയങ്കണ്ടത്ത്, പള്ളി ട്രസ്റ്റി MD ജോഷി, PTA പ്രസിഡന്റ് റിനി റജി, മദർ PTA പ്രസിഡന്റ് നൈമ സത്യൻ, നഴ്സറി PTA പ്രസിഡന്റ് രശ്മി നിതിൻ, സ്കൂൾ ലീഡർ മാസ്റ്റർ ഇഗ്നിക്ക വർഗീസ്, CCNM എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ CC മുകുന്ദൻ MLA 2023-24 ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അങ്കണവാടിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. 2ാം വാർഡ് മെമ്പർ സെന്തിൽ കുമാർ ആമുഖ പ്രസംഗം നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK സന്തോഷ്, മെമ്പർമാരായ നികിത രാധാകൃഷ്ണൻ, സുരേഷ് യാനി, CS മണികണ്ഠൻ, ഐഷാബി ജബ്ബാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് UK ഗോപാലൻ, മുൻ മെമ്പർമാരായ സജിനി മുരളി, TK പ്രസാദ്, KB രത്നവല്ലി, നാട്ടിക പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം AK ചന്ദ്രശേഖരൻ, ശോഭന എന്നിവർ സംസാരിച്ചു. 25 ലക്ഷം രൂപ മുടക്കി 2 നിലകളിലായിട്ടാണ് സ്മാർട്ട് അങ്കണവാടി നിർമ്മിക്കുന്നത്. 33 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച അങ്കണവാടി ഹെൽപ്പർ അനിത ധർമ്മനെ MLA ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷുഹൈബ് ശരത്ലാൽ കൃപേഷ് രക്തസാക്ഷി ദിനസ്മൃതി സംഗമം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഹാഷിം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി VA ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി. ജവഹർ ബാലമഞ്ച് ബ്ലോക്ക് ചെയർമാൻ അശ്വിൻ ആലപ്പുഴ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികൾ ആയ മിജോ ജോസഫ്, പ്രവീൺ അഞ്ചേരി, മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ, വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് മാസ്റ്റർ, പഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു പ്രദീപ്, വൈശാഖ് വേണുഗോപാൽ, അജ്മൽ ഷെരീഫ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ വൈഭവ് MV, സുജിൻ കരിപ്പായി, റോയ് ആന്റണി, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ജയൻ, ഫർദീൻ ഷാ, ഹിഷാം KV, ജിതിൻ ചാക്കോ, വിഷ്ണു പാർളം, ദീപു KV, ശ്രേയസ് PA എന്നിവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് പ്രതിവാര നൃത്ത സംഗീത പരിപാടികളുടെ ഭാഗമായി ഞായറാഴ്ച ഭിന്നശേഷിക്കാരായവരുടെ സ്പെഷ്യൽ സംഗീത കച്ചേരി അരങ്ങേറി. ദിവ്യാംഗ് കലാപ്രതിഭകൾക്കുള്ള യൂണിവേഴ്സൽ റെക്കോർഡ് ബുക്ക് സ്പെഷ്യൽ ടാലന്റ് അവാർഡ് വിതരണവും നടത്തി. ദേവസ്ഥാനം PRO ഹരിദാസ് ആമുഖ പ്രസംഗം നടത്തി. കലാപ്രതിഭകളായ തൃശൂർ സ്വദേശിനി പൂജ രമേഷ്, പാലക്കാട് സ്വദേശി നിരഞ്ജൻ എന്നിവരെ ദക്ഷിണാമൂർത്തി മണ്ഡപത്തിൽ വെച്ച് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ പൊന്നാടയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. കൽക്കട്ടയിലെ URF റെക്കോർഡ്സ് ചീഫ് എഡിറ്റർ ഗിന്നസ് സുനിൽ ജോസഫ് അവാർഡ് വിതരണം നിർവഹിച്ചു. പുല്ലാങ്കുഴൽ വാദകൻ മുരളീകൃഷ്ണ വിശിഷ്ടാതിഥിയായിരുന്നു. സുനിൽ ജോസഫ്, ദേശമംഗലം നാരായണൻ നമ്പൂതിരി, ഗിന്നസ് മുരളി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. സംഗീത മണ്ഡപത്തിൽ നടന്ന സ്പെഷ്യൽ സംഗീത കച്ചേരിയിൽ B രഘു വയലിൻ, തൃശൂർ രാമോഹൻ മൃദംഗം എന്നിവർ പക്കമേളമൊരുക്കി. തുടർന്ന് തിരുവാണിക്കാവ് ശ്രീഭദ്ര തിരുവാതിരക്കളി സംഘത്തിൻ്റെ തിരുവാതിരക്കളിയും നടന്നു. തളിക്കുളം ചിലങ്ക ബീച്ച് ആലുങ്ങൽ ശ്രീ ചണ്ഡികേശ്വരി ക്ഷേത്രത്തിലെ 5 ദിവസങ്ങളായി നടത്തുന്ന മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവാഘോഷങ്ങളുടെ 1ാം ദിവസമായ ഞായറാഴ്ച രാവിലെ ഗണപതി ഹവനത്തോടെ തുടക്കമായി. തുടർന്ന് ഗുരുപൂജ, ഉഷപൂജ, ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം ശ്രീ ചണ്ഡികേശ്വരി ദേവിയുടെ പ്രതിഷ്ഠാ ദിനാചരണവും വിശേഷാൽ പൂജകളും നടക്കും. വൈകിട്ട് കരിങ്കുട്ടി കളവും ശേഷം കലാപരിപാടികളും അരങ്ങേറും. 19-ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം സർപ്പക്കളവും ഉണ്ടാകും. 20-ന് യക്ഷിക്കളവും തുടർന്ന് ഭൂതക്കളവും ഉണ്ടായിരിക്കും. 21-ന് പുലർച്ചെ ഗണപതി ഹവനവും തുടർന്ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം വിഷ്ണുമായ കളവും വൈകിട്ട് അത്താഴപൂജയ്ക്ക് ശേഷം ദേവീക്കളവും ഉണ്ടാകും. രാത്രി 7:30-ന് തൃശൂർ ഒക്ടേവ്സ് അവതരിപ്പിക്കുന്ന ഗാനമേള അരങ്ങേറും.
ഉത്സവ ദിവസമായ 22-ന് രാവിലെ 9 മണിക്ക് ശീവേലിയും വൈകിട്ട് 4-ന് എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. ദീപാരാധനയ്ക്ക് ശേഷം പൂമൂടൽ കർമ്മവും നടത്തുമെന്ന് ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങുകൾക്ക് രക്ഷാധികാരി എ പാർത്ഥൻ, പ്രസിഡന്റ് വി രാജൻ, സെക്രട്ടറി കെ വാസുദേവൻ, ട്രഷറർ ഡി അനിൽകുമാർ, മറ്റംഗങ്ങളായ ഷിബു ശാന്തി, മുരളി, മാധവൻ, ശ്രീധരൻ, ഷിബു, രാമനുണ്ണി, ബാബുരാജ്, ഗിരീശൻ, മാതൃസമിതി അംഗങ്ങളായ സെക്രട്ടറി ബിബിത, ട്രഷറർ ഭഗിനി, അംഗങ്ങളായ ഗിരിജ, പ്രിയ, ഷീബ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. കഴിമ്പ്ര നെടിയിരിപ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് സരസ്വതി പൂജ നടന്നു. 4-ാം ദിവസം രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി വാസുദേവൻ നമ്പൂതിരി വെള്ളത്തിട്ട് കിഴക്കേട്ടുമന ചെറുവത്തേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സരസ്വതി പൂജ നടന്നത്. ക്ഷേത്ര സംരക്ഷണ സഭ വനിതാവേദിയുടെ പ്രസിഡന്റ് രാജലക്ഷ്മി സോമൻ, സെക്രട്ടറി ജയശ്രീ ഷമ്മി, ട്രഷറർ ലൈവി മുകേഷ്, രക്ഷാധികാരികളും മാതൃസമിതി മെമ്പർമാരുമായ ദ്രൗപദി സുകുമാരൻ, മായാമോഹനൻ, ശാലിനി സജിത്ത്, സിനി ഉണ്ണികൃഷ്ണൻ, താര രമേഷ് ബാബു, ശൈലജ സുരേഷ് ബാബു, ശ്യാമള രാജൻ, ഉഷാരാജൻ, രാജി ജനാർദ്ദനൻ, ലലന രഘുവരൻ, ശൈലജ രവീന്ദ്രൻ, റിൻഷ ദിനേഷ്, സോണി വിനോയ് എന്നിവർ നേതൃത്വം നൽകി. കിഴുപ്പുള്ളിക്കര ശ്രീ നാരായണംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്ര മേൽശാന്തി പൈക്കാട്ടുമനയ്ക്കൽ സനിൽ നമ്പൂതിരിപ്പാട് പൊങ്കാല ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പാലക്കാട് മുരളീധരൻ, പെരിഞ്ചേരി ആചാര്യൻ, ദേവി മഹാത്മ്യം, ശ്രീ ദുർഗ സപ്തശതി എന്ന വിഷയത്തെക്കുറിച്ച് ഭക്തി പ്രഭാഷണമുണ്ടായിരുന്നു. 13 അംഗങ്ങളുള്ള കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പൊങ്കാല മഹോത്സവത്തിൽ സാക്ഷ്യം വഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.